ഈ ഉക്രൈൻ വാർ അവസാനിക്കുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല. അതിനുവേണ്ടി മീഡിയേറ്റ് ചെയ്യാൻ ഒരുങ്ങിയവരൊക്കെ പിൻവാങ്ങിയതുപോലെയാണ്. അതേസമയം വ്ളാഡിമിർ പുടിൻ റഷ്യയുടെ ഭരണവും അതിൻ്റെ സാമ്പത്തിക വളർച്ചയും മുന്നിൽ കണ്ടുകൊണ്ട് വളരെ വേഗം മുന്നോട്ട് കുതിക്കുകയാണ്. ഒരുപക്ഷെ അമേരിക്കയെ പോലും അതിശയിപ്പിച്ചുകൊണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു ഭൗമരാഷ്ട്രീയ അന്തരീക്ഷത്തിൽ റഷ്യ ഉന്നം വയ്ക്കുന്നത് എന്താണ്? റഷ്യ ഉന്നം വയ്ക്കുന്നത് ശരിക്കും പറഞ്ഞാൽ പുടിൻ ഉന്നം വയ്ക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം. കാരണം എന്ന് വെച്ചാൽ ഈ 1991 സോവിയറ്റ് യൂണിയൻ തകർന്ന സമയത്ത് പുടിൻ പറഞ്ഞൊരു വാചകമുണ്ട്. 20-ാം നൂറ്റാണ്ടിൽ നടന്ന ഏറ്റവും വലിയൊരു ട്രാജഡിയാണത്, ഒരു ദുരന്തമാണ് സോവിയറ്റ് യൂണിയൻ്റെ തകർച്ച എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ആ ഉള്ളൊരു ഇമ്പീരിയലിസ്റ്റിക് മൈൻഡുണ്ട്, ആ ഒരു സാമ്രാജ്യത്വ മനസ്സ് ഈ പുടിനെ നയിച്ചിരുന്നുള്ളതാണ്. പിന്നീട് അതിന് ശേഷം പിന്നീട് വന്നിട്ടുള്ള ബെലാറസിലെയും മറ്റ് അസർബൈജാൻ ഇങ്ങനെയുള്ള മറ്റ് പല രാജ്യങ്ങളിൽ നടന്നിട്ടുള്ള ബോസ്നിയ ഇവിടെയൊക്കെ നടന്നിട്ടുള്ള കൂട്ടക്കലുകളും യുദ്ധത്തിൻ്റെയും ഈ മനുഷ്യനെ ഇങ്ങനെ കൊന്നൊടുക്കിയ യുദ്ധങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ പിന്നിൽ പുടിനാണെന്ന് പറഞ്ഞു വരുന്നുണ്ട്. അതിനുശേഷമാണ് പുടിൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരുന്നത്. അപ്പോൾ അതിനുശേഷം പുടിൻ അധികാരത്തിൽ വന്നതിന് ശേഷം അന്ന് മുതൽ അദ്ദേഹം ലക്ഷ്യം വയ്ക്കുക, അദ്ദേഹം വളരെ ദീർഘ പദ്ധതികൾ വെച്ചിട്ടാണ് നീങ്ങുന്ന സാധനം. ഇപ്പോഴത്തെ ഈ റഷ്യ ഉക്രൈൻ യുദ്ധം തന്നെ എടുത്ത് നോക്കിയാൽ മതി. ആ റഷ്യ ഉക്രൈൻ യുദ്ധം തുടങ്ങുന്നത് വാസ്തവത്തിൽ ലോകം കണ്ടിട്ടുള്ള ഏറ്റവും വലിയൊരു വിഡ്ഢിയെ പോലെയാണ് ഇന്ന് സെലൻസ്കിയുടെ അവസ്ഥ. കാരണം ജോ ബൈഡൻ്റെ വാക്കും കേട്ടിട്ടാണ് സെലൻസ്കി യുദ്ധത്തിനിറങ്ങിത്തിരിക്കുന്നത്. നാറ്റോയിലാണെങ്കിൽ അവർ അടുപ്പിച്ചതുമില്ല. അപ്പം നാറ്റോ മെമ്പർഷിപ്പിലേക്ക് അയാൾ പോകും എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ്, അല്ലെങ്കിൽ ധാരണാടിസ്ഥാനത്തിലാണ് പുടിൻ കയറി അറ്റാക്ക് ചെയ്തത്. മാത്രമല്ല, പുടിന് താല്പര്യമില്ലാത്തൊരു ഭരണകൂടത്തിന് ഉക്രൈനിലിരിക്കാൻ പറ്റില്ല. അതാണ് അതിൻ്റെ ഒരു രക്തചുരുക്കം എന്ന് പറയുന്ന സാധനം. അപ്പോൾ അതിന് മുമ്പുള്ള ഭരണമാറ്റങ്ങളെല്ലാം യുക്രൈനിലെ ഭരണമാറ്റങ്ങളെല്ലാം എടുത്ത് നോക്കിയാൽ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും. ഇപ്പം തന്നെ നമ്മുടെ ഈ ഒരു നിലവിലുള്ള സാഹചര്യത്തിൽ നോക്കുക, ട്രംപുമായിട്ട് വളരെ സൗഹൃദം ഇവർ തമ്മിൽ ഇപ്പോഴും ഉണ്ടെന്ന് തന്നെയാണ് പറയുന്നത്. ട്രംപിന് പ്രചാരണ സമയത്ത് വെടിയേറ്റപ്പം പുടിൻ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചു. പിന്നെ അതുപോലെ തന്നെ പുടിൻ്റെ ബഡ്ഡി സുഹൃത്ത് സ്റ്റീവ് വിറ്റ്കോഫ് മറ്റേ സമാധാന ചർച്ചയ്ക്ക് ഇപ്പം റഷ്യയിലെത്തിയപ്പോൾ പുടിൻ ട്രംപിൻ്റെ ഒരു പെയിൻറ്റിങ് കൊടുത്തേക്കൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിനുശേഷം കൃത്യമായിട്ട് പറഞ്ഞു മറ്റേ ഗ്രീൻലാൻഡിൽ അവിടെ അവകാശപ്പെടാനുള്ള അവകാശമൊന്നും ട്രംപിനില്ലാന്ന് പുടിൻ പറയുകയുണ്ടായി. അതിനുശേഷം ഈ യുക്രൈൻ റഷ്യ യുദ്ധത്തിൻ്റെ ഇടയ്ക്ക് ഈ ബ്രോക്കർ ദൗത്യം ട്രംപിനെ ഏൽപ്പിച്ച് ട്രംപ് വളരെയധികം മുന്നോട്ട് പോയി. സൗദി അറേബ്യയിൽ അതിൻ്റെ ത്രികക്ഷി ചർച്ചകളൊക്കെ നടന്നു. അവസാനം പുടിൻ പറഞ്ഞു ഇതിനെല്ലാം ഞാൻ തയ്യാറാണ്, പക്ഷേ സെലൻസ്കി അവിടെ നിന്ന് മാറണം. സെലൻസ്കി മാറാത്തിടത്തോളം കാലം ഇത് ഒരു റഷ്യ ഉക്രൈൻ വാർ സമാധാന കരാർ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. അവിടെ അത് വളരെ ബോധപൂർവമായിട്ട് പുടിൻ അതങ്ങ് ഒഴിവാക്കുകയാണ് ചെയ്തത്. ഒഴിവാക്കിയിട്ട് അത് മാത്രമല്ല, അപ്പോഴേക്കും അമേരിക്കയുടെ താല്പര്യം മുൻപോട്ട് വന്നു, അവിടുത്തെ മിനറൽസും മറ്റു സംഗതികളുമൊക്കെ. അപ്പോൾ അതിന് സെലൻസ്കി ഒരു പരിധിവരെ തയ്യാറാവുകയും ചെയ്തതാണ്. അല്ലേ? അപ്പോൾ എന്നിട്ട് ഇത് തട്ടി മുമ്പോട്ട് കൊണ്ടുപോയി അവസാനം എന്ത് സംഭവിച്ചു? ഇപ്പോൾ അമേരിക്കയും ഈ നാറ്റോയുടെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് അമേരിക്കയായിരുന്നു. നാറ്റോയെ അമേരിക്കയും രണ്ടായിട്ട് വിഭജിച്ചു. പുടിൻ വിഭജിച്ചു. അത് കഴിഞ്ഞിട്ട് ഇന്ന് യൂറോപ്യൻ യൂണിയനും അതായത് നാറ്റോ രാജ്യങ്ങളും അതിന് പുറമേയുള്ള യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയും രണ്ട് വിരുദ്ധ ചേരിയിലായി. നാറ്റോയുടെ അംഗത്വം അമേരിക്കയ്ക്ക് ഉണ്ടെങ്കിൽ പോലും വിരുദ്ധ ചേരിയിലായി. എന്നിട്ടിപ്പോൾ ഈ പശ്ചിമേഷ്യ മുഴുവൻ യുദ്ധം, അതേപോലെ അമേരിക്കയും ചൈനയുമായിട്ട് ഒരു യുദ്ധത്തിൻ്റെ അന്തരീക്ഷത്തിലേക്ക് പോകുന്നു. കാര്യം ഈ ഇന്ത്യൻ ഓഷനിൽ മുഴുവൻ അമേരിക്ക കൊണ്ട് ആയുധങ്ങൾ നിറയ്ക്കുന്നു. തായ്വാനും ഫിലിപ്പൈൻസിലും F-16 വിമാനങ്ങൾ കൊടുക്കുന്നു. ജപ്പാനിൽ പോയി വാർ കമാൻഡ് സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ ഈ യുദ്ധത്തിൻ്റെ അന്തരീക്ഷം ഒരു ഭാഗത്ത് നടക്കുന്നു. അതിന് ശേഷമാണ് ട്രംപിൻ്റെ ഈ ചുങ്കയുദ്ധം വരുന്നത്, പകരച്ചുങ്ക യുദ്ധം വന്നു. ഈ പകരച്ചുങ്ക യുദ്ധം വന്നപ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ സഫർ ചെയ്യുന്നത് ഇപ്പോൾ യൂറോപ്പ് ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യപ്പെട്ടൊരു സ്ഥലമാണ്. അപ്പോൾ ഈ റഷ്യ ഉക്രൈൻ വാർ വന്ന സമയത്ത് 28,000 സാങ്ഷൻസ് ഉപരോധങ്ങളാണ് റഷ്യക്ക് ഏർപ്പെടുത്തിയത്. അതുകൊണ്ട് എന്താ സംഭവിച്ചാൽ ഈ
എല്ലാ ആഗോള മൾട്ടിനാഷണൽ കമ്പനികൾക്കെയും വലിയൊരു മാർക്കറ്റായിരുന്നു റഷ്യ. ഉദാഹരണത്തിന് നൈക്കി, പിന്നെ മൈക്രോസോഫ്റ്റ്, ഇങ്ങനെയുള്ള എല്ലാ അമേരിക്കൻ ആഗോള കമ്പനികളുടെയും വലിയൊരു മാർക്കറ്റ്, യൂറോപ്യൻ കമ്പനികളുടെയും വലിയ മാർക്കറ്റായിരുന്നു റഷ്യ എന്ന് പറയുന്നത്. ഈ കമ്പനികൾ ചിലതൊക്കെ അവിടെ വിറ്റിട്ട് പോരേണ്ടി വന്നു, ചിലതെല്ലാം പിൻവലിക്കേണ്ടി വന്നു. ഇപ്പോഴെന്താ പ്രശ്നം എന്ന് വെച്ചാൽ വെസ്റ്റേൺ ഈ മൾട്ടിനാഷണൽ കമ്പനികൾ പറയുന്നു, ഈ പുതിയ സാഹചര്യത്തിൽ റഷ്യൻ മാർക്കറ്റിലേക്ക് ഞങ്ങൾക്ക് പോകാൻ പ്രയാസമില്ല എന്ന് ഈ കഴിഞ്ഞ 2 ദിവസം ഈ ദിവസങ്ങളിൽ യൂറോപ്യൻ കൺട്രീസിലെ, യൂറോപ്യൻ രാജ്യങ്ങളിലെ മൾട്ടിനാഷണൽ കമ്പനീസ് പറഞ്ഞിരിക്കുന്നു. അത് യൂറോപ്യൻ അവിടുത്തെ സർക്കാരുകൾക്കും അത് അനുകൂലമായ ഘടകമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്കയുമായിട്ടുള്ള ആ ഒരു അവരപ്പോൾ ഉക്രൈനെ കൈയൊഴിഞ്ഞു. ഉക്രൈൻ ഇപ്പോൾ രംഗം പിക്ചറിലേ ഇല്ല. അതുമാത്രമല്ല, ഈ കഴിഞ്ഞ ഈ വർഷങ്ങളിൽ ഏറ്റവും കൂടുതൽ എക്കോണമി വളർന്നത് ഇപ്പോൾ G7 കൺട്രിയിൽ നിന്ന്, ഇപ്പം റഷ്യകളൊപ്പം G8 ആയിരുന്നു. ആ G7 കൺട്രീസിലെ എക്കോണമിയുടെ GDP വളരെ താഴോട്ടായിരുന്നു. പക്ഷെ അതിനകത്ത് ഏറ്റവും കൂടുതൽ GDP വളരുകയും പിന്നെ ആഭ്യന്തര സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുകയും ചെയ്ത ഏക രാജ്യം എന്ന് റഷ്യയാണ്. കാരണം റഷ്യ ചൈന, ഇന്ത്യ അതുപോലുള്ള ഏഷ്യൻ രാജ്യങ്ങളുമായിട്ടുള്ള വ്യാപാര ബന്ധം നടത്തിയിട്ട്. അപ്പോൾ അങ്ങനെ ഒരു ഗ്രോയിങ് എക്കോണമി ആയിട്ട് ഈ യുദ്ധത്തിനിടയ്ക്ക് നിന്നുകൊണ്ട് റഷ്യ മാറിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ വലിയൊരു മാർക്കറ്റ്, ലോകത്തിലെ തന്നെ 11ാമത്തെ ഏറ്റവും വലിയ മാർക്കറ്റാണ് റഷ്യ എന്ന് പറയുന്ന സാധനം. അപ്പോൾ ആ മാർക്കറ്റിലേക്ക് യൂറോപ്യൻ കമ്പനികൾക്ക് കടന്നു ചെന്നെങ്കിൽ മാത്രമേ ഈ ഒരു പുതിയ സാഹചര്യത്തിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പം പുടിൻ ഇത് കേട്ടിട്ട് പറഞ്ഞേക്കുന്നത് എനിക്കും പ്രശ്നമില്ല, വെസ്റ്റേൺ കമ്പനീസ് വന്നോളട്ടെ, പക്ഷേ അവർ തിരിച്ചു വരുമ്പം പഴയതുപോലെ വന്നു തുടങ്ങാൻ പറ്റത്തില്ല. പക്ഷേ പകരച്ചുങ്കത്തിൻ്റെ ഇമ്പാക്റ്റിൽ ക്രൂഡ് ഓയിലിൻ്റെ വില കുറഞ്ഞത്, അതെ, അത് റഷ്യക്ക് തിരിച്ചടിയല്ലേ? റഷ്യക്ക് തിരിച്ചടിയാണെങ്കിൽ പോലും പിന്നെ ഇപ്പോൾ അമേരിക്കയുടെ ഒരു ഇത് നടന്നിട്ടില്ല. അമേരിക്ക വെനിസുലയ്ക്ക് പിഴച്ചുങ്കം ഏർപ്പെടുത്തി. വെനിസുലയിൽ നിന്ന് പിന്നെ ഇറക്കുമതി ചെയ്യുന്നവർക്ക് അഡീഷണൽ 25% ചുങ്കം പിന്നെ ഇമ്പോസ് ചെയ്യുന്ന ട്രംപ് പ്രഖ്യാപിച്ചു. പക്ഷേ ആ ഒരു പശ്ചാത്തലത്തിലാണ് ഈ പറഞ്ഞതുപോലെ റഷ്യയുടെ എണ്ണയുടെ സാന്നിധ്യം, അത് ഈ പറഞ്ഞതുപോലെ ഈ ബാലൻസ് ചെയ്തൊരു പ്രക്രിയ അവിടെയാണ് വരുന്നത് സാർ. അതെ അതെ. മാത്രമല്ല യൂറോപ്യൻ യൂണിയൻ എല്ലാം റഷ്യൻ ഓയിൽ വാങ്ങുന്നത് നിർത്തിയിട്ടും അവർക്ക് യാതൊരു മാർക്കറ്റ് നിർത്തിയിട്ടില്ല. അത് ശരിക്കും പറഞ്ഞാൽ അത് ഇന്ത്യ വഴിയാണ്, അവിടെയാണ് ഇന്ത്യ നേട്ടം ഉണ്ടാക്കിയത്. അതെ 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 അല്ലേ? അപ്പം ഇപ്പം നമ്മൾ നോക്കുന്ന സമയത്ത് ഈ ഏറ്റവും കൂടുതൽ വളരെ ദീർഘദൃഷ്ടിയോട് കൂടിയുള്ള ഒരു പ്ലാനോട് കൂടി മുമ്പോട്ട് നീങ്ങുന്ന ഒരു തീർച്ചയായിട്ടും സാമ്രാജ്യത്വ ആ ചിന്തയിൽ തന്നെയാണ് ഒട്ടും വിട്ടുവീഴ്ചയില്ലാതെ നീങ്ങുന്നത് പുടിനാണ്. അതെ, ഒരു നിയോ ഇമ്പീരിയലിസ്റ്റ് ആയിട്ട്. മാത്രമല്ല ഉക്രൈൻ്റെ അവസ്ഥ ആലോചിച്ചു. ഉക്രൈനെ ഇനി എന്തും ചെയ്യാവുന്ന അവസ്ഥയിലേക്ക് പിന്നെ പുടിൻ്റെ അവസ്ഥ മാറുകയുണ്ടായി. കാര്യം ഒരു കാരണവശാലും പുടിൻ്റെ കൂടെ പിന്നെ ജന്മസ്ഥലമാണല്ലോ ഇത്. അതെ അതെ. അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാലും പുടിൻ താല്പര്യപ്പെടാത്ത ഒരു ഭരണ സംവിധാനത്തെ ഉക്രൈനിൽ പുടിൻ അനുവദിക്കത്തില്ല. ഇത് മുൻകൂട്ടി മനസ്സിലാക്കേണ്ടതായിരുന്നു സെലൻസ്കി. കാരണം ഒരു കാരണവശാലും ഈ നാറ്റോയിൽ അംഗത്വം ലഭിച്ചാൽ പോലും ഈ ലോകത്തിലെ ഏറ്റവും വലിയ ന്യൂക്ലിയർ ശക്തിയായിട്ടുള്ള അല്ലെങ്കിൽ മിലിറ്ററി ശക്തിയായിട്ടുള്ള അമേരിക്കയോട് കിടപിടിക്കാവുന്ന ശക്തിയായിട്ടുള്ള റഷ്യയോട് യുദ്ധം ചെയ്ത് നിൽക്കുക എന്നുള്ളത് അത് സാമാന്യമായി സാധ്യമാകുന്ന സംഗതിയല്ല. അത് സെലൻസ്കി മനസ്സിലാക്കാൻ പറ്റാതെ പോയി. ഇപ്പം നോക്കുക, യുക്രൈൻ റഷ്യ വാർ എന്നുള്ളത് തന്നെ ഈ ട്രംപിൻ്റെ ഈ ചുങ്കം അല്ലെങ്കിൽ ഈ പകരച്ചുങ്കം അല്ലെങ്കിൽ തിരിച്ചടി ചുങ്കം യുദ്ധത്തിനകത്ത് മുങ്ങിപ്പോയി എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഈ രീതിയിൽ ഇപ്പം പുടിനാണ് നിലപാട് വളരെ ശക്തമാക്കിക്കൊണ്ട് മുമ്പോട്ട് നീങ്ങുന്ന ഒരു ലോക നേതാവ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ സ്വാഭാവികമായിട്ടും ആ സാമ്രാജ്യത്വ സ്വഭാവത്തിൽ മുമ്പോട്ട് നീങ്ങുകയാണെങ്കിൽ പോലും അതാണ് മോഡറേറ്റ്ലി സക്സസ്ഫുൾ കൊമേഡിയൻ അതെ അതെ എന്ന് പിന്നെ ട്രംപ് പിന്നെ ഉക്രൈൻ ഭരണാധികാരിയെ വിളിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും. അപ്പോൾ അദ്ദേഹത്തിന് ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്സ്മാൻഷിപ്പിലേക്ക് വരാൻ ഒരു കാലത്തും പറ്റുമെന്ന് തോന്നുന്നില്ല. പറ്റത്തില്ല. അപ്പോൾ അതാണിപ്പോൾ നമ്മൾ ഈ യാഥാർത്ഥ്യങ്ങൾ വെച്ചുകൊണ്ട് മനസ്സിലാക്കുക. അതെ അതെ. അപ്പോൾ അത് ഭംഗിയായിട്ട് പുടിൻ മനസ്സിലാക്കി കളിക്കുകയും ചെയ്തു. തീർച്ചയായിട്ടും. അതാണ് ഇപ്പോഴത്തെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.